ഹലോ എവ്രിവൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ഗൈഡൻസ് എടുത്തിരുന്നു. ആൻഡ് ഗൈഡൻസ് വന്നത് മാസ്റ്റർ ആൽക്കമിസ്റ്റ് വയലറ്റ് ഫ്ലെയിം ആക്ടിവേഷൻ. സ്പിരിച്വാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ തന്നെ വയലറ്റ് ഫ്ലെയിം കൊണ്ട് പ്രാക്ടീസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് വയലറ്റ് ഫ്ലെയിം ആക്ടിവേഷൻ, വയലറ്റ് ഫ്ലെയിം മെഡിറ്റേഷൻ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തൂ. ഓക്കെ, പറയുന്നത് ദാറ്റ് വയലറ്റ് ഫ്ലെയിമിൽ ഇത്രയും കഴിവുണ്ട്. ദാറ്റ് നിങ്ങളുടെ നെഗറ്റീവ് എനർജി, നിങ്ങളിലേക്ക് സെൻഡ് ചെയ്യുന്ന നെഗറ്റീവ് എനർജി, ബ്ലോക്കേജസ്, എന്തിന് നിങ്ങളുടെ കർമ്മ, നെഗറ്റീവ് കർമ്മ പോലും ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന ശക്തിയാണ് വയലറ്റ് ഫ്ലെയിമിൽ ഉള്ളത്. ഓക്കെ, സോ വയലറ്റ് ഫ്ലെയിം ആക്ടിവേറ്റ് ചെയ്യൂ എന്നാണ് ഗൈഡൻസ് വന്നിരിക്കുന്നത്. വയലറ്റ് ഫ്ലെയിം മെഡിറ്റേഷൻ, സബ്ലിമൽ, എങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നത് അതിൽ ഉൾപ്പെടുത്തൂ എന്നതാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ കൂടുതൽ നോക്കാം എന്താണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സ് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ആസ് വെൽ ആസ് സേൽസ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. അതുപോലെ മണി കപ്പ് ആൻഡ് എഡ്യൂക്കേഷണൽ കപ്പ് ഓൾറെഡി ഞാൻ നിങ്ങൾക്കൊരു വീഡിയോയിൽ മണി കപ്പ് ആൻഡ് എഡ്യൂക്കേഷണൽ കപ്പ് കാണിച്ചിട്ടുണ്ട്. റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. തീരുന്നതിന് മുമ്പ് തന്നെ ബുക്ക് ചെയ്തോളൂ. ബിക്കോസ് ദിസ് ഈസ് മൈ 4th ടൈം ഞാനിത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, 4th ടൈമാണ്. സോ സ്റ്റോക്ക് കഴിയുന്നതിന് മുമ്പ് തന്നെ ബുക്ക് ചെയ്യൂ. ആസ് വെൽ ആസ് ഇൻസെൻസ് സ്റ്റിക്സ് അവൈലബിൾ ആണ്, ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ്. ഏത് ബ്രേസ്ലെറ്റ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് അത്യാവശ്യം, നിങ്ങൾക്ക് സെയിൽസ് ടീമിന് മെസ്സേജ് ചെയ്യാവുന്നതാണ്. സെയിൽസ് ടീം എനിക്ക് മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നതാണ് ആൻഡ് ഞാൻ അതിനുള്ള റിപ്ലൈ നൽകുന്നതാണ്. സോ മെസ്സേജ് ചെയ്ത് കഴിയുമ്പോൾ കൈൻഡ്ലി വെയിറ്റ് ചെയ്യൂ. ഓക്കെ, കാരണം എൻ്റെ അടുത്തു നിന്നാണ് ഡിലേ വരാറുള്ളത്, സെയിൽസ് ടീമിൻ്റെ അടുത്തു നിന്നല്ല. സെയിൽസ് ടീം എനിക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആകുമ്പോഴാണ് അതിനുള്ള മെസ്സേജ് നൽകുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് വേൾഡ് കാർഡ് ആണ്. ഓക്കെ, സോ പ്രേക്ഷകരുടെ ജീവിതത്തിൽ കംപ്ലീഷൻ്റെ സമയമായി കഴിഞ്ഞു. ഓക്കെ, എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് ആകാറായി. ദാറ്റ് ഈസ്, ഇനി നിങ്ങൾ വെറുതെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അത് ഒരാളെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നതാകാം, കുറേ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റുന്നതാകാം, ഒരേപോലെയുള്ള ജോലികൾ നിങ്ങൾ ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരേ പാറ്റേൺ എപ്പോഴും കണ്ടിന്യൂസ്ലി വരുന്നുണ്ടെങ്കിൽ അത് മാറുന്നതാകാം. ഓക്കെ, ബട്ട് സംതിങ് ഈസ് ഗോയിങ് ടു കംപ്ലീറ്റ് ആൻഡ് അതിന് നിങ്ങളുടെ ഏഞ്ചൽസ്, നിങ്ങളുടെ ഡിവൈൻ സ്പിരിറ്റ് ഗൈഡ്സ് എല്ലാവരും നിങ്ങൾക്കൊപ്പമുണ്ട്. അവരാകെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വയലറ്റ് ഫ്ലെയിം ആക്ടിവേറ്റ് ചെയ്യൂ എന്നതാണ്. ഓക്കെ, സെക്കൻഡ് ഇസ് ദ ചാരിയറ്റ്. സോ ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി, നിങ്ങൾ പോസിറ്റിവിറ്റിയിലേക്കും പോകാം, നിങ്ങൾ നെഗറ്റിവിറ്റിയിലേക്കും പോകാം. ഓക്കെ, അതുകൊണ്ടാണ് വയലറ്റ് ഫ്ലെയിം ഇത്രയും ഇമ്പോർട്ടൻസ് ഇവിടെ. ഓക്കെ, വയലറ്റ് ഫ്ലെയിമിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് നല്ല ഹൈ എനർജിയാണ്. ഓക്കെ, പക്ഷേ ഇതിനെ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ എനർജി നിങ്ങൾക്ക് നെഗറ്റീവ് സൈഡ് എഫക്റ്റ് നൽകാം. നന്നായി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പോസിറ്റിവിറ്റി ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. നിങ്ങളുടെ എനർജി ഹൈ എനർജിയാണ്, അതിനെ ഗ്രൗണ്ട് ചെയ്യൂ. ഓക്കെ, എനർജിയെ ഗ്രൗണ്ടിൽ വെക്കൂ. ആൻഡ് ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് മൊത്തം എർത്താണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഗ്രൗണ്ടിങ് എനർജി ഓൾറെഡി ഉണ്ട്, ജുവൽ എനർജി ഉണ്ട്. സോ ദാറ്റ് മീൻസ് ജുവൽ ഈസ് എ സ്വിച്ച് വേർഡ്. ഓക്കെ, നിങ്ങൾ ഒത്തിരി ഡൗൺ ആണ്, നിങ്ങൾക്ക് ഒരു പ്രത്യാശയില്ല ജീവിതത്തിലെങ്കിൽ നിങ്ങൾക്ക് ജുവൽ, JEWEL എന്ന സ്വിച്ച് വേർഡ് ചൊല്ലാമെന്നാണ് കണ്ടിന്യൂസ്ലി ടു ബ്രിങ് ഇൻ പോസിറ്റിവിറ്റി. ഓക്കെ, സോ ഇവിടെ എർത്ത് എലിമെൻറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് നിങ്ങളുടെ ഊർജത്തെ ഗ്രൗണ്ട് ചെയ്യൂ ആൻഡ് നിങ്ങളുടെ വയലറ്റ് ഫ്ലെയിം ആക്ടിവേറ്റ് ചെയ്യൂ. സോ ദാറ്റ് എന്തൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടോ അത് അലിഞ്ഞു പോകട്ടെ ആൻഡ് പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ കഴിയട്ടെ. ഓക്കെ, സോ എന്തോ ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. 6 of Pentacles,
വാ 9 ഓഫ് കപ്സ് ആൻഡ് 6 ഓഫ് കപ്സ്. സോ ഞാൻ പറഞ്ഞിരുന്നു എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. 6 ഓഫ് പെൻറ്റക്കിൾസ് മണി റിലേറ്റഡ് ഇഷ്യൂസ് എന്തൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നു അത് മാറി പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരാളുടെ ഹെൽപ്പ് വേണമായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയാകാം, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സുഹൃത്തെന്ന് കരുതുന്ന ആൾക്കാർ നിങ്ങളെ സഹായിക്കുന്നതുമാകാം. ഓക്കെ, ആൻഡ് ചില പ്രേക്ഷകരുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് അവരുടെ അവരോട് പറയുന്നത് ഇത്തിരി ബ്രേക്ക് എടുക്കൂ, ഇത്തിരി ടൈം എടുക്കൂ, റിലാക്സ് ആകൂ, ആൻഡ് നിങ്ങളുടെ പണ്ട് നടന്ന നിങ്ങളുടെ ജീവിതം അതിനെ ഒന്ന് ആലോചിക്കൂ. ബിക്കോസ് എവിടെയോ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കീ, ഒരു ചാബി നിങ്ങളുടെ ആ പഴയ കാല ഓർമ്മകളിൽ ഉണ്ട്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ടാപ്പിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ആൻഡ് എങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇത് ലൈറ്റ്ലി എടുക്കരുത്. ഓക്കെ, ഏതൊക്കെ പ്രേക്ഷകരാണോ ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ. ഓൾറൈറ്റ്, സോ think about it, listen to this audio again and again, and then എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യൂ. മജീഷ്യൻ കാർഡാണ്. സോ യെസ്, നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം നിങ്ങളുടെ പഴയ കാല കാര്യങ്ങളിൽ കിടക്കുന്നുണ്ട്. മൈറ്റ് ബി എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോടോ എനിക്കിത് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാകാം, ബട്ട് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാകാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തുടങ്ങി വെച്ചിട്ടുണ്ടാകാം, പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ നിങ്ങളതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാകാം. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലായിരിക്കാം എന്തായിരുന്നു അത്. സോ ദർ ഈസ് എ ബിഗ് റെവലേഷൻ. ഓക്കെ, ഒരു വലിയ റെവലേഷൻ ഇപ്പോൾ നടക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു യുവർ വറീസ്. ഇപ്പോൾ നിങ്ങൾ എവിടെ സ്റ്റക്ക് ഫീൽ ചെയ്യുന്നു അതിൻ്റെ തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ഓക്കെ, സോ സംവെയർ നിങ്ങൾ ഈ കാര്യം അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞു വെച്ചു അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മറന്നു പോയിട്ടുണ്ട്. ഗോ എഹെഡ് ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. എന്താണ് അത് ഓർക്കൂ, ബിക്കോസ് അവിടെയാണ് നിങ്ങളുടെ വിജയം. ഹൈ പ്രീസ്റ്റസ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവറിലേക്ക് ടാപ്പിൻ ചെയ്യൂ. ഓക്കെ, ചില പ്രേക്ഷകർക്ക് അവരുടെ ബുക്കിലാണ്, ദാറ്റ് ഈസ് നിങ്ങൾക്ക് ജേർണലിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് നിങ്ങളെങ്കിൽ അവിടെ നിങ്ങളത് വെച്ചിട്ടുണ്ട്. മൈറ്റ് ബി നിങ്ങളുടെ ഫുൾ മൂൺ വിഷസ്, ഫുൾ മൂൺ വിഷ് ലിസ്റ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഫുൾ മൂൺ റിച്വൽ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോ എഹെഡ് അതൊന്ന് ചെക്ക് ചെയ്യൂ. Ace of Wands, Judgment. See, ദൈവം നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് വാസ്, എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്, നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നു, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നോ, നിങ്ങൾ മറന്നുപോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വന്ന ഒരു സ്ഥാപനമാകാം, ഒരു യൂണിറ്റ് ആകാം, അല്ലെങ്കിൽ ഒരു ജോലി നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് അടച്ചു വെക്കേണ്ടി വന്നിട്ടുണ്ടാകാം. സോ അത് റീ ഓപ്പൺ ചെയ്യൂ, ബിക്കോസ് ഇനിയും നിങ്ങളുടെ ഈ എനർജി നിങ്ങൾ ആ കാര്യത്തിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വിജയം ആണ്. ഓക്കെ, ജഡ്ജ്മെൻറ്റ് കാർഡ് ആണ് വന്നത്. ജഡ്ജ്മെൻറ്റ് കാർഡ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരാറില്ല. ഓക്കെ, ഇറ്റ്സ് ഓൾവേസ് എ ഫൈനൽ കാർഡ്. 10 of Pentacles. Look at this, 10 of Pentacles. And what is this? 2 of Cups. What else you need? Okay, സോ നിങ്ങളുടെ ജീവിത അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ, നിങ്ങളുടെ സാമ്പത്തികം നന്നാകാൻ, നിങ്ങളുടെ ഫാമിലി ലൈഫ് നന്നാകാൻ, ഇതെല്ലാം ഈ ഒരു വിഷ് നിങ്ങൾ എവിടെ എഴുതി വെച്ചിരിക്കുന്നോ അതിന് കഴിയും. നിങ്ങൾക്ക് ടാപ്പിൻ ചെയ്യാൻ മാത്രം ഇത്തിരി സമയമെടുക്കും. നിങ്ങൾക്കൊരു നല്ല പാർട്ട്ണറെ ലഭിക്കുന്നതാണ്. ബിസിനസ് പരമായിട്ട്, കരിയർ പരമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾക്കൊരു സഹായം, ഒരു വഴികാട്ടി അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് തരുന്ന ഒരാൾ. ഓക്കെ, ബട്ട് അത് സംഭവിക്കുന്നതാണ്. സോ കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്തു നോക്കൂ. ഓക്കെ, മോണോളജി ഡെക്ക് എടുക്കാം. എന്താണ് ഗൈഡൻസ്,
എന്താണ് ഗൈഡൻസ്? പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് ഗൈഡൻസ്? ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. സോ ഹൈ ടൈം ആയി കഴിഞ്ഞു. ഐ തിങ്ക് ലാസ്റ്റ് ഒരു റീഡിങ്ങിലും ഇതേ സെയിം കാർഡ് ആണ് വന്നത്. ഓക്കെ, സോ ഹൈ ടൈമാണ്. ആക്ഷൻ എടുക്കൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി വെക്കൂ, ബാക്കി ദൈവം നോക്കിക്കോളും. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഇറ്റ്സ് ബീങ് സെഡ്. ഓക്കെ, ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി. സോ വോയിലറ്റ് ഫ്ലെയിം ആക്ടിവേഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഏതോ ടൈപ്പിലെ നെഗറ്റിവിറ്റി നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതായത് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ആകാം, അല്ലെങ്കിൽ പ്രോക്രാസ്റ്റിനേഷൻ ആകാം, അല്ലെങ്കിൽ ലേസിനെസ് ആകാം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു അറിവില്ല അല്ലെങ്കിൽ കഴിവില്ല എന്നത് നിങ്ങളുടെ ധാരണയാകാം. ഓക്കെ, ഓർ ലിറ്ററലി നിങ്ങളുടെ ചുറ്റും നെഗറ്റിവിറ്റി ഉണ്ടാകാം. ഓക്കെ, വൺ മോർ കാർഡ് പ്ലീസ്. Wow, luck is on your side. See, luck നിങ്ങൾക്കൊപ്പമുണ്ട്. സോ വൈ നോട്ട് ട്രൈ ചെയ്യൂ. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ട്രൈ ചെയ്യൂ. ബിക്കോസ് ലക്ക് നിങ്ങൾക്കൊപ്പമുണ്ട്. ഇപ്പോഴത്തെ എനർജി വളരെ നല്ലതാണ്. വയലറ്റ് ഫ്ലെയിമിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യൂ. എന്താണോ നിങ്ങൾ മറന്നു പോയത്, എന്തൊക്കെ തേടിയിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ വയലറ്റ് ഫ്ലെയിം ആക്ടിവേഷൻ ചെയ്യൂ. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറഞ്ഞു തരുന്നതാണ് എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ ഗായ്സ്, സോ ഇതാണ് ഒരു ഷോർട്ട് റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഫോളോ ചെയ്യുക ആൻഡ് ഷോർട്സ് കാണാൻ മറക്കരുത്. ആസ് വെൽ ആസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു വൺസ് അഗെയിൻ ഗായ്സ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.